നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് ഒടുവില് നല്ല 8ന്റെ പണി തന്നെയാണ് അമലുവിനോട്ട് കിട്ടുന്നത്. വേലുവെ തള്ളി പറഞ്ഞാലുള്ള കൂലി അമലുവിന് കിട്ടുന്നുണ്ട്. അമലുവിന്റെ വിചാരം തന്നെ ഗംഗാപ്രസാദ് ഉള്ളംകൈ കൊണ്ടു നടക്കുന്നായിരുന്നു. അങ്ങനെ ഒടുവില് തനിക്കിട്ട് പണി കിട്ടിക്കഴിയുമ്പോഴാണ് അമലു ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അമലുവും ഗംഗാപ്രസാദും കൂടെ കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അമലു പറഞ്ഞു, വിനായേട്ടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ. എന്താ? അത് പിന്നെ അല്ല, കാര്യം എന്താ വെച്ചാ പറ. ഇങ്ങനെ കൈ കൊണ്ട് അതിനെ ആംഗ്യം കാണിക്കണം. അത് എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് ഈടായിട്ട് എന്താണെന്ന് അറിയത്തില്ല. ആഹാരം ഒന്നും കഴിക്കാൻ തോന്നില്ല. അങ്ങനെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. മനം പുരട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെന്താ, ചിലപ്പോ എന്തെങ്കിലും കഴിച്ചതിന്റെ പ്രശ്നമായിരിക്കും എന്ന് ഗംഗാപ്രസാദ് പറഞ്ഞു. ഇതൊന്നുമില്ല, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ്. കാരണം കല്യാണത്തിന് ശേഷം ഒരു പെണ്ണിന് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് എനിക്ക് നടന്നു എന്നൊരു സംശയം. കാരണം കല്യാണത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങള് മനസ്സിലാവുന്നില്ലേ വിനായകേട്ടന്? അതൊക്കെ അതിനു മുമ്പ് തന്നെ നടന്നില്ലേ? എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുണ്ടെന്ന് പറയണ. നീ എന്തിനാ പേടിക്കണേ? എന്ത് വന്നാലും ഞാനില്ലേ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കുക. ദേ, വിനായേട്ടൻ എന്റെ കൂടെ ഉള്ളത് മാത്രം എനിക്കൊരു ധൈര്യം. അറിയാലോ, ഇതെങ്ങാനും എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ല, എന്നെ കൊന്നു കളയത്തുള്ളൂ. എത്രയും പെട്ടെന്ന് എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. എനിക്ക് പേടിയാ. എനിക്ക് ആ പടം വല്ലാത്തൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്തിന്? നീ പേടിക്കൊന്നും വേണ്ട, നീ എന്റെ പെണ്ണല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവര് കുറച്ച് ദൂരെ അങ്ങ് നടന്നു പോവാണ്. ആ സമയത്ത് കമ്പനിയിലേക്ക് പോന്നു ബൈജു. ബൈജു വന്നു കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് അവിടെയുണ്ട്. രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബൈജു പറഞ്ഞു, അതെ, കല്യാണം കിരണമൊക്കെ കാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുക. കാട്ടിലേക്ക് പോകാനായിട്ടോ? അതേന്നേ, കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ ആ വേലു എന്ന് പറയുന്ന അവനെ? അവൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചെങ്ങാണ്ടാണ് ഈ പറയുന്ന കിരണാളിയനെ ആ ഗംഗാപ്രസാദിനെ തല്ലി കൊന്നിട്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്നാ പറയണേ. അത് കേട്ടപ്പം രതീഷ് പറഞ്ഞു, അല്ല, അവൻ മരിച്ചെന്നല്ലേ പറഞ്ഞേ? അതേന്നേ, അവൻ ജീവനോടെ ഒന്നും ഉണ്ടാകത്തില്ല ഗംഗാപ്രസാദ്. അവൻ പണ്ടേ മരിച്ച് മണ്ണടിച്ചു കാണും. അല്ലെങ്കിലുണ്ടല്ലോ മൃഗങ്ങൾ അവനെ ഭക്ഷിച്ചിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട. രതീഷ് പറഞ്ഞു, ഇനി എങ്ങാനും അവൻ ജീവിച്ചിരിപ്പുണ്ടോ മറ്റോ ഉണ്ടോ പറയാൻ പറ്റില്ല. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് ലക്ഷ്മി അമ്മയൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അവൻ ചിലപ്പോൾ മരിച്ചു കാണത്തില്ലെന്ന്. അതുകൊണ്ട് എനിക്കും ഒരു സംശയമുണ്ട് ബൈജു. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കിരണാളിയൻ പറഞ്ഞാൽ പിന്നെ സത്യമാ. അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടേ ഇപ്പൊ പണ്ടേ വരേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിലും ആ കാട്ടിലുള്ള ആ വേലുവിനോട് നമ്മൾ ചോദിച്ചല്ലേ, അപ്പൊ അവൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. അത് ശരിയാ, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട. ഇനിയിപ്പം ആരെങ്കിലും അവനോട് പറയില്ലെന്ന് പറഞ്ഞിട്ടാണെങ്കിലോ ഇനി ആ ഗംഗാപ്രസാദ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ കിരണാളിയനും കല്യാണിയും പോയിട്ട് വരും എന്നൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാം. അവര് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂപ്പന്റെ കുടിയിലൊക്കെ പോയി അന്വേഷിച്ചിട്ടോ വരത്തുള്ളൂ. രതീഷ് പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ വേലുവിനെ വിളിച്ച് ഞാൻ പറയായിരുന്നു. വേലു വരുമ്പോ ഇനി അവന്റെ കൂടെ വിട്ടാ മതിയല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാ, നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം. ആ സമയത്ത് രൂപ ലക്ഷ്മിയും കാർത്തികയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം കാർത്തികയുടെ കല്യാണമൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ രൂപയുടെ വകയായിട്ട് കൊടുക്കണമെന്ന് രൂപയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് വന്നു. ആ സമയം ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. രൂപയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ലക്ഷ്മിയോട് രൂപ, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് വേണ്ട. അതെ, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഇതേ കിരണും കല്യാണിമോളും എല്ലാവരും ചേർന്ന് അതിഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. നല്ല ആഭരണം കാര്യങ്ങളൊക്കെ എടുത്തില്ലേ, അതൊക്കെ എപ്പോഴേ എടുത്തു. പോരാത്തന്നെ കല്യാണിമോളാണ് കുറെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് കേട്ടതും രൂപ പറഞ്ഞു, കുറച്ച് സ്വർണം ഞാനും ഉണ്ടെന്ന് പറയാം. എന്തിനാ രൂപ, അതിന്റെ ആവശ്യമുണ്ടോ? കാരണം അവൾക്ക് ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലല്ലേ ഉള്ളത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് കല്യാണി മോള് കൊണ്ടു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലെന്നുള്ള കാര്യം അറിയാലോ. പിന്നെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാ അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ചെലവാക്കുന്ന. പൈസയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പൊ അവളുടെ കല്യാണമല്ലേ, അതുകൊണ്ട് ഞാനാണെങ്കിലും പൈസയൊക്കെ ചെലവാക്കുന്നത്. ഞാനും അങ്ങനെ അധികം ചെലവാക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. രൂപ പറഞ്ഞു, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചെലവാക്കണമല്ലോ. ഇപ്പം കാർത്തിക ഞങ്ങളുടെയും കൂടെ മോളല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. കല്യാണം അതിഗംഭീരമായിട്ട് നടത്തണമെന്നാ ചന്ദ്രേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. അപ്പോഴേക്കും രൂപയുടെ ലക്ഷ്മി പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഇവിടെ
കിരൺ മോനും കല്യാണി മോളൊക്കെ പറയണേ. പക്ഷെ കാർത്തിക പറയണ അത്ര ഗംഭീരമായിട്ടൊന്നും വേണ്ടെന്ന്. കാർത്തികയുടെ മനസ്സിലും എന്റെ മനസ്സിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് രൂപേ. അവനാ ഗംഗാപ്രസാദ് അങ്ങനെ തിരികെ വരുമെന്ന്. എന്തിന്? അവനിനി തിരികെ വരാനൊന്നും പോകുന്നില്ല. മോൻ അവന്റെ കാര്യം തീർത്തെന്നല്ലേ പറയണേ. പേടിക്കേണ്ട കാര്യമില്ലെന്നേ. പക്ഷെ പറയാൻ പറ്റില്ല രൂപേ. അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. വെട്ടിയിട്ടാലും മുറി കൂടി വരുന്ന ഇനമാ അവന്. അതുകൊണ്ടാ. പോരാത്തവൻ അവന്റെ ബോഡിയും കൂടെ കണ്ടു കിട്ടിയിട്ടില്ലോ. അതുകൊണ്ട് ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് തേനും കൊണ്ട് വരുന്ന ഒരുത്തനെ കിരൺ മോൻ കണ്ടിട്ടുണ്ടായിരുന്ന പറഞ്ഞേ. പക്ഷേ എങ്കില് അവന്റെ ഫോട്ടോ കാണിച്ചിട്ട്, ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരുത്തനെ കാട്ടിലേക്ക് ചെന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞേ. കാരണം അവനെ കൊന്നിട്ട സ്ഥലത്താണ് അവര് താമസിക്കുന്നത്, അതിന്റെ അടുത്തായിട്ടെന്ന് പറയണം. അത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു, അങ്ങനെയാണെ ചിലപ്പം അവനെ മൃഗങ്ങളും ഭക്ഷിച്ചു കാണും. പക്ഷെ അതിനൊന്നും നമുക്കൊരു തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലല്ലോ രൂപേ. അതുകൊണ്ട് നമ്മളൊന്ന് ജാഗ്രത പുലർത്തണം. ഞാൻ കല്യാണി മോളോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ എപ്പോഴേത് സമയത്താ ജീവനോടെ ഉണ്ട കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദുഷ്ടനാ. കണ്ണി ചോരയില്ലാത്തവൻ അവന്. രൂപ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ. ഞങ്ങളൊക്കെ ഉള്ളപ്പം ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കാർത്തികയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കാർത്തികയെ കണ്ടുകഴിഞ്ഞപ്പോൾ രൂപയ്ക്ക് സന്തോഷമായി. പിന്നീട് കാർത്തികയോട് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. കാർത്തികയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട. കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കും. ആ ഗംഗാപ്രസാദ് ഇനി തിരികെ വരുമെന്നുള്ള പേടിയൊന്നും വേണ്ടെന്ന്. പക്ഷെ കാർത്തിക തന്റെ മനസ്സിലുള്ള വേവലാതി മറച്ചു വെച്ചില്ല. അത് രൂപയോട് പറയുകയും ചെയ്തു. പിന്നീട് കിരണിനെയും കല്യാണിയെയും കാണാനായിട്ട് രൂപ വന്നു. അവരങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് കിരണും കല്യാണി ആ കാര്യം പറയണേ. ഞങ്ങൾ എന്തായാലും അടുത്ത ദിവസം കാട്ടിലൊന്ന് പോകാൻ തീരുമാനിച്ചിരിക്കും അമ്മേ. ഇനിയിപ്പൊ അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അറിയാലോ. അത് കേട്ടപ്പോ രൂപ പറഞ്ഞ്, സൂക്ഷിക്കണം. കാടാണ് അറിയാലോ. ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ അവിടെ വെച്ച് തീർത്ത് അവന്റെ ശവമായിട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഇനി അവനെ കാട്ടി വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത കാര്യം. നീ പറയുന്നത് മരിച്ചെന്നാ. അല്ല, കാട്ടിൽ ഇനി അവൻ ഇവിടെ ഒളിവിൽ താമസിക്കുന്നുണ്ടോന്നും അറിയത്തില്ല. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പേടിക്കണ്ടമ്മേ. ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. കല്യാണി പറഞ്ഞു, ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള കാട്ടുവാസികളുടെ കുടിയിലൊക്കെ ഞങ്ങൾ കയറി നോക്കും. അവിടെയൊക്കെ ഒന്ന് നോക്കി അന്വേഷിച്ച് വർക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. പെട്ടെന്നൊന്നും വരത്തൊന്നും ഇല്ലാന്ന് പറയണം. അവൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവനെ കണ്ടുപിടിക്കുക തന്നെ വേണം, അവന് ജീവനോടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഗംഗാപ്രസാദും അമലും കൂടെ കാട്ടിക്കൂടെ നടക്കുന്ന കുറച്ച് സമയം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അമലുവിന് അങ്ങ് ഛർദ്ദിക്കാൻ വന്നു. അമലു അവിടെ നിന്ന് ഛർദ്ദിക്കുവാണ്. ആ സമയം ഗംഗാപ്രസാദ് ചെന്താന്ന് ചോദിക്കുവാണ്. അമല് പറഞ്ഞു, എനിക്ക് പേടിയാന്നുണ്ട്. ഇപ്പൊ ഏകദേശമൊക്കെ സത്യമാകുന്ന പോലെയാ. എന്റെ വയറ്റില് വിനായകേട്ടന് ഒരു കുഞ്ഞുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. ആ സമയത്ത് ഗംഗാപ്രസാദ് ശരിക്കും ഞെട്ടി. എന്താ പറഞ്ഞ? അതെ, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി വിനായകേട്ടൻ തന്നെയാ, അറിയാലോ. ഇത് കേട്ടപ്പത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു, അല്ല പ്രശ്നമാവില്ലേ അത്? അതെ, എന്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ പ്രശ്നമാവും. കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞാൽ, അതും നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരന്റെ കുഞ്ഞെന്റെ വയറ്റ് വളരാന്ന് പറഞ്ഞാൽ ഒരിക്കലും വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയും ഒക്കെ അത്ര എന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അവരോട് ഞാൻ ചെയ്ത ക്രൂരത ഏത്? എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയം ഗംഗാപ്രസാദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാന്ന് പറയണ. വേണ്ടത് വെക്കാനോ? വിനായകൻ എന്ത് വർത്താനാ പറയണേ? എന്റെ ജീവനായ കുഞ്ഞ് എന്റെ വയറ്റിൽ ആദ്യമായിട്ട് പറഞ്ഞ്, ഇതിനെ ഞാൻ എന്ത് ചെയ്താലും വേണ്ടെന്ന് വെക്കില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വേണം. അങ്ങനെ വേണ്ടെന്ന് മാത്രം വിനായകേട്ടൻ പറയരുത്. വിനായകേട്ടന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. നമുക്കിതിനെ വളർത്തണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ട് അപകടവാ. ഒരു പക്ഷേങ്കില് വിനായകേട്ടനെ പോലെ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടപ്പം ഗംഗാപ്രസാദിന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. ഇവള് ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ തന്നെ കൂടെ പിടിച്ച് കെട്ടിക്കാൻ ശ്രമിക്കും. തനിക്ക് പിന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, ഇവിടെ ഈ ഊരിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ചിലപ്പം ബാക്കി വെച്ചിക്കല്ല. പ്രത്യേകിച്ച് വേലു. അമലുവിന് അത് ടെൻഷനുണ്ട്. ഇതെങ്ങാനും വേലിച്ചെണ്ണ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെയാ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. ചിലപ്പം മൃഗങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, നമ്മളെ രണ്ടുപേരെയും ചിലപ്പോൾ കൊന്നുകളയും. പക്ഷെ പാവം വേലു ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് വേലുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു. കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടെങ്കിലും അതൊക്കെ അമലുവിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞെങ്കിലും അവരതൊക്കെ വെറുതെ നിരസിച്ച് കളയാ ചെയ്ത്. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം, അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വേലുവിന് സങ്കടം ഉണ്ടായിരുന്നു. വേലു പറയുകയും ചെയ്തു, മലദൈവങ്ങൾ നിനക്ക് ഇതിനുള്ള കൂലി തരുമെന്ന്, ശിക്ഷ തരുമെന്നൊക്കെ. അതുപോലെ നല്ല പണി തന്നെ അമലുവിനായിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.